ഹലോ, എൻ്റെ കയ്യിൽ ചിക്കനും ബസ്മതി റൈസും ഇരിപ്പുണ്ടേ. ഇത് രണ്ടും വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ. റെസിപ്പി വേറെ ഒന്നുമല്ല, മധൂതാട്ടോ ഉണ്ടാക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ട്രൈ ചെയ്തതാണേ. അപ്പോൾ നല്ല സൂപ്പറായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഒന്നും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ടിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കത് സോക്ക് ചെയ്യാൻ വെക്കാവേ. പിന്നെ അതുപോലെ തന്നെ ഇത്രയും ചിക്കൻ എടുത്തിട്ടില്ല കേട്ടോ. ഈ ഒരു ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 തക്കാളിയും ഒരു വലിയ ഉള്ളിയും കൂടിയിട്ട് നന്നായിട്ട് അതും ഒരു പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് തോല് പോക്കി ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ടേ. വെളുത്തുള്ളി ഇതുപോലെ തോല് പോക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ബിരിയാണിക്കൊന്നും ജസ്റ്റ് ഒന്ന് ഞാൻ എൻ്റെ പുറന്തോല് മാത്രം എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യാം. ഇത് പിന്നെ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ നല്ല പഴുത്ത പപ്പായ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അതും കൂടി അങ്ങ് കഴിച്ചുകൊണ്ടാട്ടോ ഇതിൻ്റെ ബാക്കി പണി ചെയ്തത്. ഇനി നമുക്ക് നേരെ മധുവിൻ്റെ പരിപാടിയിലേക്ക് പോകാവേ. അപ്പോൾ ഒരു കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ അതിന് വേവാനായിട്ടുള്ള വെള്ളവും ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ എടുക്കുന്നത്. അപ്പം നേരെ കുക്കറിലേക്ക് ആദ്യം കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 5-6 പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, തക്കാളിയും ഉള്ളി അരച്ച ആ ഒരു പേസ്റ്റും കൂടി ഇട്ടിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ചൊരു ഗരം മസാലേൻ്റെ ഒരു നമ്മൾ വീട്ടിൽ തന്നെ ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ആഡ് ചെയ്തതാണ്. ഇനി കുറച്ച് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ഉപ്പും മാഗി ക്യൂബ്സും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ആവശ്യത്തിന് കുരുമുളകും കൂടി ആഡ് ചെയ്തോളേ. എന്നിട്ട് എണ്ണ നല്ല രീതിയിലൊന്ന് തെളിഞ്ഞ് വരുമ്പോൾ ചിക്കനും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് അതായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒറ്റ വിസിലൊന്ന് കൊടുക്കുന്നുണ്ട്. ഇനി വേഗം തന്നെ കുക്കർ ഓപ്പൺ ചെയ്ത് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണേ. ഉപ്പില്ല എന്നാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊന്ന് ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി അങ്ങ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച ബസ്മതി റൈസ് ഇല്ലേ, അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കിയിട്ട് ഒറ്റ വിസിൽ മാത്രമേ കുക്കറിൽ വേവിക്കാൻ പാടുള്ളൂ. അത് ഒന്ന് വിസിലൊന്ന് ആറുന്ന വരെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മധുത് റെഡി ആയിട്ടുണ്ടാവുമേ. അപ്പോൾ ഞാൻ ഇതേ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ കുക്കർ മൂടി വെച്ച് ഒറ്റ വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വെച്ചു നമുക്ക് തൈര് ഉണ്ടാക്കാമെന്ന്. ഇവിടെ കച്ചമ്പർ എന്നൊക്കെ പറയും കേട്ടോ. അതിന് കക്കിരിയും അതുപോലെ തന്നെ ഉള്ളിയും പച്ചമുളകും മാത്രം ഇട്ടിട്ടുള്ള ഒരു തൈരാണ്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഞാൻ ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ തൈരും സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുക്കറും ഒന്ന് വിസിലായിട്ടുണ്ട്. കുക്കർ ഒന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പൺ ആക്കി നോക്കുക. എന്നിട്ട് സ്പൂൺ ഇട്ടിട്ട് അധികം ഒന്നും ഇളക്കരുത്, കുഴഞ്ഞു പോകും. നേരെ വേറൊരു ചെമ്പിലേക്ക് ഞാൻ ഇത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള മധുത് റെഡി ആട്ടോ. വെറും 1/2 മണിക്കൂർ മാത്രം മതി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.